കയ്യിലൊരു കുരിശുമായി തുടങ്ങണമെന്ന് വിചാരിച്ചത്, പക്ഷെ സൈഡിലൊരു കുരിശ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുരിശ് എടുക്കുന്നില്ല. അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട് ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഹലോ, നമ്മളൊരു കിടിലൻ ട്രെയിലർ റിയാക്ഷനുമായി വന്നിരിക്കുകയാണ്. മോസ്റ്റ് വെയിറ്റഡ്. അങ്ങനല്ല, ഈ പടം എവിടെ പോയി ഇതിന് എന്ത് സംഭവിക്കുന്നു എന്താ പറയാ, കുറെ നാളായിട്ട് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നു, ഷൂട്ടിങ് കഴിഞ്ഞു എന്ന് പറയുന്നു, ടീസർ ഇറങ്ങിയിട്ട് ഒരു കൊല്ലം കണ്ടായി. ഇതിന് ശേഷം പിന്നെ അങ്ങോട്ട് മാഞ്ഞുപോയി. പിന്നെ ആടിറങ്ങിയതിന് ശേഷം വീണ്ടും ജയസൂര്യനെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ചെയ്ത മറ്റേ പടം എവിടെ ട്രെയിലർ വന്നു നാട്ടുകാരെ. പക്ഷെ ഗോകുലൻ ചേട്ടാ, എന്തത് ഗോപാലൻ ചേട്ടൻ, ഒരു ട്രെയിലർ ടീസർ ഒക്കെ ഇറക്കുമ്പോ അതിന്റെ പോസ്റ്റർ കറക്റ്റ് ആക്കണ്ടേ? അതിന്റെ പോസ്റ്ററിൽ മറ്റേ തമ്പനയിൽ കൊടുത്തിരിക്കുകയെ ടീസർ, എന്നിട്ട് ടീസർ ട്രെയിലർ, ഒഫീഷ്യൽ ടീസർ ട്രെയിലർ. എന്തത്? അത് ചിലപ്പോ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ 1 year ആയില്ലേ ഇറങ്ങിയിട്ട്, അവര് ബ്രേക്ക് വന്നില്ലേ. ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, നമ്മള് ടീച്ചർ കണ്ടതല്ലേ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലല്ല. അപ്പൊ അവരത് മനസ്സിലായോ? ഞാൻ ഗോകുലൻ ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് എല്ലാം അറിയാം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അവരെന്തെങ്കിലും അതിന്റെ ഒരു പുറകിലൊരു വേറെ മീനിങ് ഉണ്ടായിരിക്കാം. ടീസർ ട്രെയിലർ കൊടുത്തപ്പോ എനിവേ, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ടി വിയിൽ കണ്ട ഒരു രൂപം മാത്രമേ, ഇപ്പൊ കത്തനാർ എന്ന് പറയുമ്പോ ആളുടെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. എനിക്ക് കത്തനാർ അയാളെ ഇല്ലു, നീലി എന്ന് പറഞ്ഞാൽ എനിക്ക് അതേപോലെ സുകന്യ. ഇപ്പൊ അതൊക്കെ മാറി. ഇനി കത്തനാർ എന്ന് പറയുമ്പോ നമ്മളുടെ ചെറുപ്പകാലത്തിൽ, നിങ്ങളുടെ ചെറുപ്പകാലത്തിലോ? നമ്മളുടെ ചെറുപ്പകാലം നായം, നിങ്ങളുടെ ചെറുപ്പം തന്നെയാണ് അത്. അതെ, ഒരു 20 വയസ്സിന് താഴെയൊക്കെ പറഞ്ഞ ചെറുപ്പം തന്നെയാണ്. കൂടുതൽ ബോറടിപ്പിക്കില്ല. കയ്യിലൊരു കുരിശുമായി തുടങ്ങണമെന്ന് വിചാരിച്ചത്, പക്ഷെ സൈഡിലൊരു കുരിശ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുരിശ് എടുക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് റെഡി ഒന്നും പറയുന്നില്ല, ഓപ്പണാക്ക്. விஞ்ஞானத்தின் ரூபமும் உறவிடமும் எப்படியாயிருந்தாலும் காந்தல்லூர் ಶಾಲೆயில் அது வரவேற்கப்படும். இது தமிழா? ഇന്ദ്രജാലത്തെ ഞാൻ നമ്പുறதில்ல. അവബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. ഒരു ഹാൻഡ്സം ടച്ച്. எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തുക്കൾ. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും ഫലം. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു. വേണാട് ആപത്തിലാണ്. മോനെ ഷോട്ട് ഉണ്ട്. പ്രഭുവാ, മറ്റവരൊക്കെ ഉണ്ടല്ലോ അതില്. കുട്ടിച്ചേട്ടനോ? കൊള്ളാല. കുറേ പണിയുണ്ടായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷന്, അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയിട്ടാ.
എന്ത് ഭംഗിയാ. VFX കുറേ ഉണ്ട്, വെറുതെ അല്ല. കൊള്ളാല കളി. പോസ്റ്റ് പ്രൊഡക്ഷന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതാണ് ഇത്ര ലേറ്റ്. നമ്മളും വിചാരിച്ചത് എവിടെ പോയി എന്നല്ലേ. അയ്യോ അറിയാക്കി രണ്ടാൾക്ക് ഒരുമിച്ചാ വന്നത്. അല്ല, നമ്മള് മുമ്പ് കണ്ട കത്തനാര് മാതിരിയല്ല. ആ നമ്മൾ കണ്ട കത്തനാര് ഒരു സാധാരണ മനുഷ്യൻ, ആൾക്ക് കുറച്ച് ശക്തികളൊക്കെ ഉണ്ട്. ഇതൊരു സൂപ്പർ നാച്ചുറൽ പവറുള്ള സൂപ്പർ ഹീറോ പരിവേഷം. എന്താണ് കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. മറ്റേത് ജയസൂര്യ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ചെയ്തതിന് കാര്യമുണ്ട്. ഐ മീൻ ട്രെയിലർ കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓരോ സീനും ഭയങ്കര രസം, ലൈക്ക് വിഷ്വലി നല്ല രസമുണ്ട് കാണാൻ. ഇവൻ അനുഷ്കേനൊക്കെ എന്ത് ലൈക്ക് പൊതുവെ ഭംഗിയില്ലെന്നല്ല, എന്ത് രസമാ. മറ്റേതിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ചിരിക്കുന്ന കത്തനാരാ, ഇതിൽ ചിരിക്കാത്ത കത്തനാരാ. ഫുൾ ടൈം സീരിയസ്. നമ്മൾ കണ്ട കത്തനാരിന് ഈ കത്തനാരിനും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ആ പിക്ചർ ഇത് രണ്ട് ഡിഫറെന്റ് പേഴ്സണാലിറ്റി പോലെ ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല, ഇപ്പൊ നമ്മളിതേ കണ്ടു. പക്ഷെ ഇത് അതിന്റെ ഒരു സ്കെയില് വ്യത്യാസമുണ്ട്. പിന്നെ ആ ഒരു എന്താ പറയാ, ആളെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ട്രെയിലർ മൊത്തം വ്യത്യാസം. നോർമലി കത്തനാരി എന്ന് പറയുമ്പോ നമുക്ക് കാണുന്ന ഒരു എന്താ പറയാ കോസ്റ്റ്യൂം അല്ല, ഒന്നല്ല, എല്ലാം ടോട്ടലി ഡിഫറെന്റ്. എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന് കാണാൻ എനിക്ക് ഇല്ല. എന്താണ് അതിന്റെ ഉള്ളില്? അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും കാണാൻ തോന്നുന്നൊരു നല്ല തിയേറ്ററിലൊക്കെ പോയി കണ്ടുവരുന്നത്. നല്ല ക്വാളിറ്റി. നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. 100 കോടിയോളം ഇറക്കിയിട്ടുണ്ട് ഈ പടത്തിന്. മെയിൻ ആയിട്ട് VFX-ലാണ് കൂടുതൽ പൈസ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ അത് കാണാനും ഉണ്ട് കേട്ടോ. നല്ല നമ്മള് ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട്, കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് VFX പോരാ, തല്ലിപ്പൊളി. നമുക്ക് ഇപ്പൊ റീസെന്റ് അങ്ങനെ തോന്നലുണ്ട്. കുറെ എല്ലാ പടത്തിലും ഇതിപ്പോ കണ്ട് ശീലമായതുകൊണ്ട് തോന്നലുണ്ട്. പക്ഷെ ഇത് പണി അറിയാവുന്ന ആരോ നന്നായിട്ട് ഇരുന്ന് ക്ഷമിച്ച് പണിയെടുത്തിട്ടുണ്ട്. അപ്പോ ഈ സിനിമ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വന്നു ആ പടം കാണാൻ വേണ്ടിട്ട്. ഇനി വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു സിനിമ സംസാരവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.